മുസ്ലിം പിന്തുടർച്ചാവകാശ നിയമത്തിലെ സ്ത്രീകളിലുള്ള വിവേചനങ്ങൾക്ക് ഏകീകൃത സിവിൽ കോഡാണ് പരിഹാരമെന്ന് സുപ്രീം കോടതി. ശരീഅത്ത് നിയമത്തിലെ വിവേചനപരമായ ഭാഗങ്ങൾ കോടതി റദ്ദാക്കിയാൽ അത് നിയമപരമായ ശൂന്യത സൃഷ്ടിക്കുമെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. ചീഫ് ജസ്റ്റിസ് അടക്കമുള്ള ബെഞ്ചിന്റേതാണ് നിർണായകമായ നിരീക്ഷണം. ഇത്തരം സങ്കീർണമായ വിഷയങ്ങളിൽ പരിഹാരം കാണാൻ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കുകയാണ് വേണ്ടതെന്ന് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് വ്യക്തമാക്കി. വിശദാംശങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും ഐസൻ ജോസ് ചേരുകയാണ്. ഐസൻ, ഏകീകൃത സിവിൽ കോഡുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് പ്രതിപക്ഷ കക്ഷികൾ ഉന്നയിച്ചത്. ചില കോണുകളിൽ നിന്നും അതിനെ മറ്റൊരു തരത്തിൽ വ്യാഖ്യാനിക്കുന്ന തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നമ്മുടെ നിയമവ്യവസ്ഥ പോലും എന്തുകൊണ്ട് ഏകീകൃത സിവിൽ കോഡ് അതെന്തുകൊണ്ട് അനിവാര്യമാണ് ഇന്നത്തെ കാലത്ത്, അത് തന്നെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത് അല്ലേ? തീർച്ചയായും സുരേഷ്, ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന ഏറ്റവും നിർണായകമായ വിവരത്തിൽ പരിശോധിക്കുമ്പോൾ ഇന്ന് ഉണ്ടായ സുപ്രീം കോടതിയുടെ പരാമർശം ഉണ്ടായിരിക്കുന്നത് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തും അതുപോലെ തന്നെ ജസ്റ്റിസ് ജോയ്മാല ബക്ഷിയും അതുപോലെ തന്നെ ജസ്റ്റിസ് ആർ മഹാദേവനും ചേർന്ന മൂന്നംഗ ബെഞ്ചിൻ്റെ ഏറ്റവും നിർണായകമായ ഒരു കേസിൻ്റെ വിചാരണ വേളയിൽ അല്ലെങ്കിൽ ഇതിൻ്റെ ഹിയറിംഗ് വേളയിലുണ്ടായ നിർണായകമായൊരു പരാമർശമാണ്. നിലവിലെ സാഹചര്യത്തിൽ ശരീഅത്ത് നിയമപ്രകാരമുള്ള മുസ്ലിം പേഴ്സണൽ ലോ നിയമങ്ങൾ, അതായത് മുസ്ലിം വ്യക്തിഗത നിയമങ്ങളിൽ സ്ത്രീകൾക്കെതിരായ ഒരു വിവേചനം നിലനിൽക്കുന്നുണ്ട്. ആ വിവേചനത്തിന് പരിഹാരം യൂണിഫോം സിവിൽ കോഡ് നടപ്പാക്കുകയാണെന്നും ആ നടപ്പാക്കുന്നതിനുള്ള തീരുമാനമെടുക്കേണ്ടത് ഈ നിയമനിർമ്മാണ സഭ പാർലമെൻറ്റാണ് എന്നൊരു നിലപാടാണ് കൃത്യമായി അർത്ഥശങ്കയ്ക്കിടയില്ലാതെ സുപ്രീം കോടതി പരാമർശിച്ചിരിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, യൂണിഫോം സിവിൽ കോഡ് എന്ന് പറയുന്ന ആശയം തന്നെ ഉൾക്കൊള്ളുന്നത് ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങളിൽ നിന്നാണ്. അത്തരത്തിലുള്ള നിർദ്ദേശക തത്വങ്ങളിൽ ഡയറക്റ്റീവ് പ്രിൻസിപ്പിളിൽ നിന്നും ഉൾക്കൊള്ളുന്ന ഈ ആശയം നടപ്പാക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കുക എന്ന ഒരു രാഷ്ട്രീയ വശം കൂടി, അതായത് ഒരു പാർലമെൻറ്റ് രാഷ്ട്രീയത്തിൻ്റെ ഒരു വശം കൂടിയുണ്ട്, ആശയപരമായ ഒരു വശം കൂടി ഈ വിഷയത്തിലുണ്ട് എന്നതാണ് ഈ ചർച്ചയെ ഗൗരവമേറിയ ഒരു നൈതിക അതുപോലെ തന്നെ രാഷ്ട്രീയ ചർച്ചയുമായി മാറ്റുന്നത്. ഈ വിഷയം പരാമർശിച്ചത്, അതായത് 1937 ഈ മുസ്ലിം വ്യക്തി നിയമപ്രകാരമുള്ള സ്ത്രീകൾക്കെതിരായ വിവേചനം ഒഴിവാക്കുന്നതിനെ ആ ഭാഗം, അതായത് ലിംഗനീതിയുടെ ഭാഗം, തുല്യതയുടെ ഭാഗം ലംഘിക്കുന്നു എന്നതുകൊണ്ട് തന്നെ ആ പ്രൊവിഷൻ മാറ്റിക്കളഞ്ഞാൽ അല്ലെങ്കിൽ അത് റദ്ദാക്കിയാൽ ആ നിലവിൽ ആ പ്രൊവിഷൻ നിലനിൽക്കുന്ന അല്ലെങ്കിൽ ആ പ്രൊവിഷൻ നൽകുന്ന ഒരു സുരക്ഷ നൽകാനാകാത്തൊരു സാഹചര്യം ഉണ്ടാകുമെന്നും അത്തരത്തിലൊരു സാഹചര്യം ഉണ്ടായാൽ ഒരു നിയമപ്രശ്നമായി അത് വളരുമെന്നും കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് യൂണിഫോം സിവിൽ കോഡാണ് പരിഹാരം. ഭരണഘടനാപരമായി ഈ തീരുമാനം എടുക്കേണ്ടത് നിയമനിർമ്മാണ സഭയാണ്, ആ നിയമം പാസ്സാക്കേണ്ടതാണ് എന്ന ഒരു നിലപാട് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. പ്രധാനമായും സുപ്രീം കോടതി പരിശോധിച്ചത് നമുക്കറിയാവുന്നതാണ്. ഇത് ആർട്ടിക്കിൾ 25, അതായത് ഭരണഘടനയുടെ 25-ാം അനുച്ഛേദ പ്രകാരം ഏതു മതവും അനുഷ്ഠിക്കാനുള്ള അവകാശത്തിൻ്റെ അല്ലെങ്കിൽ ആ ഫണ്ടമെൻ്റൽ റൈറ്റിൻ്റെ ഭാഗമായുണ്ട്. അത്തരത്തിൽ ഫണ്ടമെൻ്റൽ റൈറ്റിൻ്റെ ഭാഗമായല്ല ഈ സിവിൽ കോഡിൻ്റെ വിഷയം വരുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ സ്വത്ത് വിതരണം അല്ലെങ്കിൽ സ്വത്തിൻ്റെ പരമ്പരാഗതമായ ഇൻഹെറിറ്റൻസ് ഒക്കെ വരുന്നത് ആ നിയമത്തിൻ്റെ ഭാഗമല്ല, അല്ലെങ്കിൽ ആ ഭരണഘടനാ പ്രൊവിഷൻ്റെ ഭാഗമല്ല. കാരണം ഭരണഘടനയിൽ ഉദ്ദേശിക്കുന്ന ഈ മതസ്വാതന്ത്ര്യം, മതം അനുഷ്ഠിക്കാനുള്ള സ്വാതന്ത്ര്യമാണ്. ഇത് അവകാശങ്ങളുമായി ബന്ധപ്പെട്ടാണ്, അതായത് ഭൂമിയിലെ അവകാശം അതുപോലെ തന്നെ സ്വത്തിന്മേലുള്ള അവകാശം, വിവിധങ്ങളായ അവകാശവുമായി ബന്ധപ്പെട്ട വിഷയമായതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുന്നതിന് ഈ ഭരണഘടനയുടെ 25-ാം അനുച്ഛേദം ബാധകമാവുകയില്ല എന്നൊരു നിലപാടാണ് കോടതി പ്രഖ്യാപിക്കുകയും ചെയ്തത്. അതുപോലെ തന്നെ ഈ ശരിയ നിയമപ്രകാരമുള്ള ഇത്തരത്തിലുള്ള വിവേചനങ്ങൾ ഒഴിവാക്കുന്നതിനെ ആ വിവേചനം നേരിട്ട് മാറ്റിക്കളഞ്ഞാൽ, അതായത് ഹർജിക്കാർക്ക് വേണ്ടി ഹാജരായ പ്രശാന്ത് ഭൂഷൺ മുന്നോട്ട് വെച്ച വാദം, ഈ പർട്ടിക്കുലർ പ്രൊവിഷൻ വെട്ടിക്കളഞ്ഞാൽ അല്ലെങ്കിൽ അതില്ലാതാക്കിയാൽ, റദ്ദാക്കിയാൽ സ്വാഭാവികമായും ഒരു ശൂന്യത ഉണ്ടാകുമെങ്കിലും ആ ശൂന്യത ഇന്ത്യൻ പിന്തുടർച്ചാവകാശ നിയമപ്രകാരം നിലനിൽക്കുമെന്നും അത് പരിഹരിക്കപ്പെടാൻ സാധിക്കുമെന്നും ഒരു വാദം ഉന്നയിച്ചുവെങ്കിൽ കൂടി അതിൻ്റെ സാധ്യതകൾ പരിശോധിക്കേണ്ടത് നിയമനിർമ്മാണ സഭയാണ് എന്ന കൃത്യമായൊരു നിഗമനത്തിലേക്ക് എത്തുകയായിരുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതിൻ്റെ രാഷ്ട്രീയ വശവും അതുപോലെ തന്നെ ഇതിൻ്റെ നൈതിക വശവുമുണ്ട്. യൂണിഫോം സിവിൽ കോഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ സ്വത്തുകൾ, സിവിൽ നിയമങ്ങളെല്ലാം തന്നെ ഒരൊറ്റ നിയമം ക്രിമിനൽ നിയമങ്ങൾ പോലെ തന്നെ സിവിൽ നിയമങ്ങളും ഒറ്റ രീതിയിൽ ബാധകമാക്കുക എന്നൊരു നിലപാടാണ്. പക്ഷേ ആ നിലപാടിനോട് അംഗീകരിക്കാത്തൊരു നിലപാട് സ്വാഭാവികമായും പല കേസുകളിലും പല സംഭവങ്ങളിലും രാഷ്ട്രീയപരമായ എതിർപ്പുകളെല്ലാം തന്നെ ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട്. അത്തരത്തിലൊരു സാഹചര്യത്തിൽ ഇതിനൊരു രാഷ്ട്രീയ മാനമുണ്ട് എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. എന്ത് തന്നെയായാലും നിലവിലെ സാഹചര്യത്തിൽ സ്ത്രീകൾക്കെതിരായ ഒരു സ്ത്രീ വിവേചനം ഒഴിവാക്കുന്നതിനെ യൂണിഫോം സിവിൽ കോഡ് ഒരു പരിഹാരമാണെന്ന് സുപ്രീം കോടതി വാക്കാൽ നിരീക്ഷിച്ചിരിക്കുന്നു എന്നത് ഏറ്റവും നിർണായകമാണ് സിവിൽ കോഡിലേക്കുള്ള ഭാരതത്തിൻ്റെ യാത്രയുമായി ബന്ധപ്പെട്ട്. ഇപ്പോൾ ഡൽഹിയിൽ നിന്നും നന്ദഗോപനും ചേരുകയാണ്. നന്ദൻ, ഇവിടെ ഐസൻ പറഞ്ഞതുപോലെ തന്നെ വലിയ സ്വീകാര്യത ഈ നിയമത്തിന്, ഈ ഇടപെടലിന് ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ പരമോന്നത നീതിപീഠവും എന്തുകൊണ്ട് ഏകീകൃത സിവിൽ കോഡ് എന്നതിൻ്റെ കൃത്യമായ
ഒരു നിഗമനത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. അതിൻ്റെ അനിവാര്യതയിലേക്കാണ് വിരൽ ചൂണ്ടിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കോടതിയുടെ പ്രധാന നിരീക്ഷണങ്ങൾ എന്തൊക്കെയാണ്? സുരേഷ്, സാധാരണഗതിയിൽ ഒരു മുസ്ലിം പിന്തുടർച്ചാ അവകാശം പരിശോധിക്കുമ്പോൾ ഒരാൾ മരണപ്പെട്ടാൽ അയാളുടെ ആൺമക്കൾക്കാണ് ഈ സ്വത്തിന്റെ പൂർണ്ണരൂപം പോകുന്നത്. എന്നാൽ പെൺകുട്ടികൾക്ക് ഇതിന്റെ പകുതി മാത്രമാണ് ലഭ്യമാകുന്നത്. ഇതിൽ ഇപ്പോൾ ഹർജിക്കാർ ചൂണ്ടിക്കാണിക്കുന്നത് ഭരണഘടനയുടെ 25-ാം അനുച്ഛേദ പ്രകാരം മതപരമായ ഒരു പരിരക്ഷ ഈ വിഷയത്തിൽ ലഭിക്കില്ല എന്നുള്ളതാണ്. ഏതായാലും കോടതി ഈ വിഷയത്തിൽ ചൂണ്ടിക്കാണിച്ചത് ഇത് വലിയ വിവേചനമാണ് എന്നുള്ളതാണ്. അതായത് സ്ത്രീ സമൂഹത്തോട്, മുസ്ലിം വിഭാഗത്തിലെ സ്ത്രീ സമൂഹത്തോട് കാണിക്കുന്ന വലിയ വിവേചനമാണ് എന്നുള്ളതാണ്. ശരിയത്ത് നിയമം ഇപ്പോൾ റദ്ദ് ചെയ്യുവാനോ അല്ലെങ്കിൽ അതിൽ ഏതെങ്കിലും തരത്തിലുള്ള മോഡിഫിക്കേഷൻ വരുത്തുവാനോ നിലവിൽ സാധിക്കില്ല എന്നുള്ളത് ചൂണ്ടിക്കാണിക്കുന്നു കോടതി. അതായത് അങ്ങനെ റദ്ദ് ചെയ്യുന്ന പക്ഷം മറ്റൊരു നിയമം ഈ ഒരു വിഷയത്തിൽ ഇല്ലാതെ പോകും. ഇതിനെല്ലാം പരിഹാരം യൂണിഫോം സിവിൽ കോഡാണ്, ഏകീകൃത സിവിൽ കോഡാണ് എന്നുള്ളതാണ് കോടതി വ്യക്തമാക്കുന്നത്. ഈ ഏകീകൃത സിവിൽ കോഡ് വരുന്നതിലൂടെ ഈ ഒരു വിഷയത്തിൽ, അതായത് പെൺകുട്ടികൾക്കും തുല്യ പിന്തുടർച്ച അവകാശം ലഭിക്കുമെന്നുള്ള കാര്യമാണ് കോടതി ചൂണ്ടിക്കാണിക്കുന്നത്. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചാണ് ഇന്നിപ്പോൾ ഈ കാര്യം വ്യക്തമാക്കിയത്. ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എന്നുള്ളത് നേരത്തെ ചൂണ്ടിക്കാണിച്ച പോലെ ഭരണഘടനയുടെ 25-ാം അനുച്ഛേദമായിട്ട് മതപരമായ ഒരു അവകാശ സംരക്ഷണം ഈ ഒരു വിഷയത്തിൽ ലഭിക്കുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ അത്തരം മതപരമായ അവകാശങ്ങളെ മുൻനിർത്തിക്കൊണ്ടാണ് ഇത്തരത്തിൽ പിന്തുടർച്ച അവകാശത്തിൽ വലിയ വിവേചനം നടത്തുന്നത് എന്നുള്ളതാണ് പ്രധാനമായും ഹർജിക്കാർ ചൂണ്ടിക്കാണിക്കുന്നത്. എന്നാൽ കോടതിയും ഇവിടെ വ്യക്തമാക്കുന്നത് അതുതന്നെയാണ്. വലിയ വിവേചനം ഈ വിഷയത്തിൽ നേരിടുന്നു എന്നുള്ളതാണ്. UCC അതിന് പരിഹാരമാണ്. UCC നടപ്പാക്കുന്നതിലൂടെ, യൂണിഫോം സിവിൽ കോഡ് നടപ്പാക്കുന്നതിലൂടെ ഈ ഒരു വിഷയത്തിൽ പരിഹാരമുണ്ടാകുമെന്നുള്ളതാണ് സുപ്രീം കോടതി വ്യക്തമാക്കുന്നത്. സുരേഷ്, തുടരുക. ഐസൻ, ഇവിടെ ഈ പറഞ്ഞതുപോലെ തന്നെയാണ് മുസ്ലിം പിന്തുടർച്ചാവകാശ നിയമത്തിലെ സ്ത്രീകളോടുള്ള വിവേചനം. ആ വിവേചനം കാലാകാലങ്ങളായി അനുഭവിക്കുകയാണ്. പക്ഷേ അതിനെതിരെ ഒരു ഇടപെടലും നടത്താൻ നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾക്ക് സാധിക്കുന്നില്ല. കാരണം ഇത് മതവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അവിടെയാണ് ഏകീകൃത സിവിൽ കോഡ് പരിഹാരമാണ് എന്ന് സുപ്രീം കോടതി തന്നെ നിരീക്ഷിച്ചിരിക്കുന്നത്. വലിയ വിമർശനങ്ങൾ, വലിയ പ്രതിഷേധങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു. പക്ഷേ ഏകീകൃത സിവിൽ കോഡും അതുമായി ബന്ധപ്പെട്ട കേന്ദ്ര സർക്കാരിൻ്റെ നിലപാടും നടപടികളുമാണ് ശരിയെന്ന് തന്നെയാണ് കോടതിയുടെ സുപ്രധാനമായ നിരീക്ഷണം വ്യക്തമാക്കുന്നത്, അല്ലേ? സുരേഷ്, ഈ നടപടി എന്ന് പറയുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും അതുപോലെ തന്നെ സ്വാഭാവികമായും BJPയും NDAയും എല്ലാം തന്നെ മുന്നോട്ട് വയ്ക്കുന്ന യൂണിഫോം സിവിൽ കോഡ് എന്ന ആശയം, അതിൻ്റെ രാഷ്ട്രീയപരമായ വശം എന്ന് പറയുന്നത് നേരത്തെ നമുക്കറിയാം, ഒരു പ്രീണന രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി കോൺഗ്രസും അതുപോലെ തന്നെ മറ്റു മുന്നണികളെല്ലാം തന്നെ ഇത്തരത്തിൽ പ്രീണന രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി ഇത്തരത്തിലുള്ള നിയമങ്ങൾ, അതായത് യൂണിഫോം സിവിൽ കോഡ് നടപ്പാക്കുന്നതിൽ നിന്നും വിമുഖത കാണിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. നമുക്കറിയാവുന്നതാണ്, ഭരണഘടന, സുപ്രീം കോടതി ഇപ്പോൾ ഇത് പറയുന്നു എങ്കിൽ കൂടി ഭരണഘടനയിൽ തന്നെ തീരുമാനിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഭരണഘടന തന്നെ വിഭാവനം ചെയ്തിട്ടുള്ള ഏറ്റവും നിർണായകമായൊരു നിരീക്ഷണമാണ് യൂണിഫോം സിവിൽ കോഡിലേക്കാണ് ഈ രാജ്യത്തെ നയിക്കേണ്ടതെന്ന് കൃത്യമായും ഒരു ഡയറക്റ്റീവ് പ്രിൻസിപ്പലിൻ്റെ ഭാഗമായി എഴുതി വയ്ക്കപ്പെട്ടിരിക്കുന്ന ഒരു സംവിധാനം പോലുമുണ്ട്. അതുപോലെ യൂണിഫോം സിവിൽ കോഡിലേക്ക് പോകുമ്പോൾ നമുക്കറിയാവുന്നതാണ്, ഇന്ന് നമുക്കറിയാം ക്രിസ്ത്യൻ വിവാഹ നിയമം, ക്രിസ്ത്യൻ പിന്തുടർച്ചാവകാശ നിയമം, ഗാർഡിയൻഷിപ്പ് ആക്ട് എല്ലാം തന്നെ അത്തരത്തിലുള്ള ബന്ധങ്ങൾ, അത്തരത്തിലുള്ള നിയമങ്ങളിൽ വ്യക്തിബന്ധങ്ങളെ വിവക്ഷിക്കുന്ന നിയമങ്ങളും അതുപോലെ തന്നെ സ്വത്തവകാശ നിയമങ്ങളും എല്ലാം തന്നെ ഒരു കൃത്യമായ ഒരു നിയമത്തിൻ്റെ കീഴിൽ, ക്രിമിനൽ നിയമത്തിന് സമാനമായി ഒരു നിയമത്തിൻ്റെ കീഴിൽ കൊണ്ടുവരിക, യൂണിഫോം സിവിൽ കോഡിൻ്റെ കീഴിൽ കൊണ്ടുവരിക എന്നതാണ് ഈ നിയമം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്വാഭാവികമായും ക്രിസ്ത്യൻ പിന്തുടർച്ചാവകാശ നിയമമായാലും മുസ്ലിം പിന്തുടർച്ചാവകാശ നിയമപ്രകാരമായാലും ഏത് നിയമപ്രകാരമായാലും അത്തരത്തിലുള്ള സ്വത്ത് ഭാഗം ചെയ്യുകയോ വിവാഹ രീതികളൊക്കെ അനുവർത്തിക്കുകയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ മതപരമായ രീതിയിൽ അത് അനുഷ്ഠിക്കാനുള്ള ഒരു അവകാശമുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നില്ല. അല്ലെങ്കിൽ അത് ഒരു നിയമപരമായ ഒരു അവകാശമായി അല്ലെങ്കിൽ ഒരു റൈറ്റായി മതാനുഷ്ഠാനങ്ങളുടെ ഭാഗമായുള്ള സ്വാതന്ത്ര്യത്തിൻ്റെ വിവക്ഷ ഉൾക്കൊള്ളുന്ന 25-ാം അനുച്ഛേദ പ്രകാരം അത് കണക്കിലാക്കാനാവില്ല എന്നും സുപ്രീം കോടതി കൃത്യമായി പറയുന്നുണ്ട്. സ്വാഭാവികമായും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈക്വാലിറ്റി, അതായത് ജാതി മത വർഗ ലിംഗഭേദമന്യേ തുല്യമായി നിയമത്തിന് മുന്നിൽ പരിഗണിക്കുക എന്ന ആശയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് ഈ പിന്തുടർച്ചാവകാശ നിയമവും അതുപോലുള്ള ബന്ധപ്പെട്ട യൂണിഫോം സിവിൽ കോഡുമായി ബന്ധപ്പെട്ട ആശയം നിലനിൽക്കുന്നത്. ഈ രാഷ്ട്രീയ വശമാണ് ഏറെ ചർച്ച ചെയ്യപ്പെടുകയും ഈ പ്രീണന രാഷ്ട്രീയമാണ് ഏറെ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തത് എന്നതാണ് വസ്തുത. അത് തന്നെയാണ് മുസ്ലിം പിന്തുടർച്ചാവകാശ നിയമത്തിലെ സ്ത്രീകളുടെ വിവേചനങ്ങൾക്ക് ഏകീകൃത സിവിൽ കോഡാണ് പരിഹാരമാണ് എന്ന സുപ്രധാനമായ നിരീക്ഷണം തന്നെയാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തിനും ഉണ്ടായിരിക്കുന്നത്. ഡൽഹിയിൽ നിന്നും നന്ദഗോപനും, ന്യൂസ് ഡെസ്കിൽ നിന്നും ഐസൻ ജോസുമാണ് വിശദാംശങ്ങൾ നൽകിയത്.